ഹായ് ഗൈസ്, വെൽക്കം ടു മൂവി ബൈറ്റ്സ്. എല്ലാവരുടെ മനസ്സിൽ ഒരു പ്രണയത്തിൻ്റെ അംശമെങ്കിലും കാണാതിരിക്കില്ല. ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ വളരെ വളരെ വിരളമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലേ? നമുക്ക് ഈ പ്രണയം എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ എന്താ പറയുക, ആദ്യം തോന്നുന്ന രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് ഷാജഹാനും പിന്നെ നമ്മുടെ മലയാളികളുടെ സ്വന്തം പരീക്കുട്ടി. ഈ പരീക്കുട്ടിയും ഷാജഹാനും ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു കഥയിൽ ഒരുമിച്ച് വന്ന് എങ്ങനെയിരിക്കും, അല്ലേ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, അതോടൊപ്പം അമല പോൾ, അവർ മൂന്ന് പേരും ഒന്നിക്കുന്ന പുതിയ ചിത്രമായ ഷാജഹാനും പരീക്കുട്ടിയും എന്ന സിനിമയെക്കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഒരുത്തൻ ഷാജഹാനാണെങ്കിൽ മറ്റവൻ പരീക്കുട്ടിയാണ്. എല്ലാ ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിൽ എന്ന പോലെ ഈ രണ്ട് നായകന്മാർ, അതായത് ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, പ്രണവ് പ്രിൻസ് എന്നീ രണ്ട് കഥാപാത്രങ്ങളായാണ് ഈ കഥയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. അതോടൊപ്പം ജിയ എന്ന കഥാപാത്രമായി, അതായത് നമ്മുടെ ഈ സിനിമയിലെ നായിക കഥാപാത്രം, ഈ നായിക കഥാപാത്രം അവതരിപ്പിക്കുന്നത് അമല പോളാണ്. ഒരു പക്ഷേ അമല പോൾ അതായത് നമ്മുടെ ജയസൂര്യയും ചാക്കോച്ചനോടൊപ്പം ആദ്യമേ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ സിനിമ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ഈ സിനിമയ്ക്കുണ്ട്. എനിക്ക് സംഭവിച്ച ആക്സിഡന്റ് അത് വെറും ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. ജിയ സമ്പന്ന കുടുംബത്തിലെ ഒരംഗമാണ്. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ്, അതായത് അവർക്ക് വേദനാജനകമാവുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ്. ആ ഒരു വേളയിൽ ഒരു പ്രധാന ലക്ഷ്യത്തോടെ രണ്ട് കഥാപാത്രങ്ങൾ, അതായത് പ്രിൻസും പ്രണവും വന്നു ചേരുകയാണ്. ശേഷം ഉണ്ടാവുന്ന ഒരുപാട് നിരവധി ട്വിസ്റ്റുകളും അതിനുശേഷം ഉണ്ടാവുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയെ നയിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ ലൈഫിൽ എന്തോ റോളുണ്ട്. മിസ്റ്റർ പ്രിൻസ്, ഇന്നേക്ക് 15-ാം നാൾ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബോബൻ സാമുവലാണ്. ബോബൻ സാമുവൽ എല്ലാവർക്കും ഒരുവിധം ഇപ്പോൾ തന്നെ നല്ലപോലെ ഫെമിലിയർ ആയിട്ടൊരു പേരാണ്. കാരണം അദ്ദേഹം ഹിറ്റ് സിനിമകളായ ജനപ്രിയൻ, അതോടൊപ്പം റോമൻസ്, പിന്നെ ഹാപ്പി ജേർണി എന്നീ സിനിമകളുടെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ഗോപി സുന്ദറാണ്. അതോടൊപ്പം ഈ സിനിമയ്ക്ക് ലിറിക്സ് എഴുതിയിരിക്കുന്നത് നാദിർ ഷായാണ്. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, അമല പോൾ കൂടാതെ മറ്റ് ഒരുപാട് താരനിരകൾ അണിഞ്ഞിറങ്ങുന്നു. അതായത് അജു വർഗീസ്, സൈജു കുറുപ്പ്, ശ്രീജിത്ത് രവി, വിനയ് പ്രസാദ്, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിഞ്ഞിറങ്ങുന്നുണ്ട്. അയ്യേ, ഒന്നല്ലെങ്കിൽ നിങ്ങളൊരു പട്ടാളക്കാരനല്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പട്ടാളത്തിലല്ലല്ലോ. തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് വൈ രാജേഷാണ്. അതോടൊപ്പം ഈ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് അനീഷ് ലാൽ. ആഷിഖ് ഉസ്മാൻ സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അവൾക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ നിന്നെയും കൊല്ലും അവളെയും കൊല്ലും. പ്രേക്ഷകർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ ഫോർമുലകളും നിറഞ്ഞൊരു സിനിമയായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ മറ്റു സിനിമകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ടിൽ ദെൻ ബൈ ഫ്രം അരവിന്ദ് ജയകുമാർ.